നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ഓൺ ആക്സിസ് ഓഫ് എ സർക്കുലർ ലൂപ്പ് അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. സർക്കുലർ ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിംഗ് ആണ്. അപ്പം അത് കാരണം അറ്റ് എ ഡിസ്റ്റൻസ് ഓൺ ദി ആക്സിസ് ഓഫ് ദ റിംഗ് എന്താണ് അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പം ഇതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ബയോട്ട്-സാവർട്ട്സ് ലോ ആണ്. അത് നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടുണ്ട്. അത് ഇതിൻ്റെ ഇക്വേഷൻ എന്താണ്? dB = μ0/4π × IdL × R/R³. ഇവിടെ dl എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്മോൾ ആയിട്ട് ഉള്ളൊരു ലെങ്ത് ആണ് ഓൺ ദ കറണ്ട് ക്യാരിയിങ് ലൂപ്പ്. ഓക്കെ, ഇനി അതിൻ്റെ വെക്റ്റർ ഫോം അതിനെ സ്കേലർ ആക്കുമ്പം ഐഡിയൽ ക്രോസ് ആറിൻ്റെ ക്രോസ് പ്രൊഡക്റ്റിന് dl × R × sin θ എന്ന് പറയും. ഇനി നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്ന ഒരു ലൂപ്പാണ്. ഈ ലൂപ്പ് ഇരിക്കുന്നത് YZ പ്ലെയിനിലാണ്. അതായത് ആ ലൂപ്പിൻ്റെ പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത് X ആക്സിസ് ആയിരിക്കും. അപ്പം എന്നിട്ട് അതിൽ നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസ് X ആക്സിസ് പോസിറ്റീവ് X ആക്സിസ് എന്ന് നോക്കുമ്പം ആൻറ്റി ക്ലോക്ക് വൈസ് രീതിയിൽ ഉള്ള ഒരു കറണ്ട് അസ്യൂം ചെയ്യുന്നു. റേഡിയസ് ഓഫ് ദ ലൂപ്പ് A ആണെന്ന് വയ്ക്കുക. അതാണ് നമ്മൾ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഒറിജിൻ O ആണെന്ന് വിചാരിക്കുക. ഇനി നമ്മൾ ഒരു പോയിൻ്റ് ഓൺ ദി പെർപെൻഡിക്കുലർ ആയിട്ട് ഉള്ളൊരു ലൈനാണ് X ആക്സിസ്. അതിലൊരു ഡിസ്റ്റൻസ് X ആക്സിസിലൊരു പോയിന്റിൽ എന്താണ് ഈ ലൂപ്പ് കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡ്. അപ്പം നമ്മൾ ഇതിനു വേണ്ടി ലൂപ്പിലെ ഒരു ചെറിയ ലെങ്ത് dl കൺസിഡർ ചെയ്യുന്നു. അത് ഏകദേശം Y ആക്സിസിലായിട്ട് വരും. ആൻഡ് നമ്മൾ അതിൻ്റെ ഡയറക്ഷൻ ആ dl എന്ന് പറഞ്ഞാൽ ഒരു വെക്റ്ററാണ്. അതിൻ്റെ ഡയറക്ഷൻ ടുവേർഡ്സ് Z ആക്സിസ് ആണ്. കാരണം എല്ലാ പോയിൻ്റ് ഓൺ ദ സർക്കിളിലും ആ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടാൻജൻറ്റ് പോലെയാണ്. അപ്പം ഏറ്റവും മുകളിലത്തെ ഭാഗമാണ് ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്ന dl. അവിടുത്തെ ടാൻജൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടുവേർഡ്സ് Z ആക്സിസ് ആണ്. അപ്പം ആ ഡയറക്ഷൻ ഓഫ് dl പോസിറ്റീവ് Z ആക്സിസ് ആണ്. ഇനി നമ്മൾ ഒരു പോയിൻ്റ് P എടുക്കുന്നു. ആ പോയിൻ്റ് Pയും dlഉം ആയിട്ടുള്ള ഡിസ്റ്റൻസ് R ആണ്. ആ വെക്റ്റർ R വെക്റ്ററാണ്. ഇനി ആ സ്മോൾ dl കാരണം ബയോട്ട്-സാവർട്ട്സ് ലോ വെച്ച് നമുക്ക് പോയിൻ്റ് Pയിൽ ഉള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ അറിയാം. അതായത് μ0/4π I × dl × R/R³. അത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഇനി ഇതിന് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് എങ്ങനെയാണ് ആംഗിൾ ബിറ്റ്വീൻ dlഉം Rഉം. ഇവിടെ dl ഞാൻ പറഞ്ഞു പോസിറ്റീവ് Z ആക്സിസിലാണ്. R വെക്റ്റർ കിടക്കുന്നത് YX പ്ലെയിനിലാണ്. അപ്പം YX പ്ലെയിനും dr വെക്റ്ററും തമ്മിലുള്ള ആംഗിൾ 90 ആണ്. അപ്പം IdL × R എന്ന് പറയുമ്പം dlഉം Rഉം പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് sin 90 = 1. അതായത് ആംഗിൾ sin 90 1 ആയിട്ട് വരും. അപ്പം നമുക്കതിനെ IdL × Rനെ IdL R × 1 എന്ന് എഴുതാം. ഓക്കെ, ഇനി നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഒരു ട്രയാങ്കിളാണ്. ആ ട്രയാങ്കിളിൻ്റെ സൈഡ്സ് X, R, A. X എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഓഫ് ഒറിജിൻ ഫ്രം പോയിൻറ്റ് P. ഇനി പൈതഗോറസ് തിയറം വെച്ച് നമുക്കറിയാം R² = A² + X². അപ്പോൾ R = √A² + X². ഇനി നമ്മൾ എഴുതിയ dBൻ്റെ ഫോർമുലയിൽ R² വരും A² + X² എന്ന് കൊടുക്കുന്നു. ഇനിയും നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഇത് നമ്മൾ എഴുതിയത് മാഗ്നിറ്റ്യൂഡ് ഓഫ് B ആണ്, മാഗ്നറ്റിക് ഫീൽഡാണ്. അതിൻ്റെ ഡയറക്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കണം. ഇതൊരു ക്രോസ് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് dlൻ്റെയും Rൻ്റെയും ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിരിക്കും dBൻ്റെ ഡയറക്ഷൻ. dlൻ്റെ ഡയറക്ഷൻ Z ആണ്. അപ്പോൾ Zന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ളത് XY ഡയറക്ഷൻ, XY പ്ലെയിൻ ആണ്. അപ്പോൾ ആ പ്ലെയിനിലായിരിക്കും നമ്മുടെ dB വെക്റ്റർ ഉണ്ടാവുക. ഓൾസോ dB വെക്റ്റർ R വെക്റ്ററിനും പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ R വെക്റ്ററിനും പെർപെൻഡിക്കുലർ ആയിട്ട് തന്നെ നമ്മളത് വരയ്ക്കണം. അപ്പോൾ എന്തൊക്കെയാണ്
അത് YZ പ്ലെയിനിൽ YZ പ്ലെയിനിൽ ഇരിക്കാൻ കാരണം അത് പെർപെൻഡിക്കുലർ ടു Z ആക്സിസ്, അതായത് DLൻ്റെ ഡയറക്ഷൻ. ഓൾസോ ഇറ്റ് ഷുഡ് ബി പെർപെൻഡിക്കുലർ ടു R വെക്റ്റർ, കാരണം അത് ആറിൻ്റെയും DLൻ്റെയും ക്രോസ് പ്രൊഡക്റ്റാണ്. ഇനി നമ്മൾ ആ DB വെക്റ്റർ X ആക്സിസുമായിട്ട് തീറ്റ ഡിഗ്രിയാണ് ഫോം ചെയ്യുന്നത് എന്ന് വെക്കുക. ഓക്കെ, ഇനി നമ്മൾ അതിനെ നമുക്ക് 2 DB കോസ് തീറ്റ DB സൈൻ തീറ്റ ആയിട്ട് 2 പാർട്സായിട്ട് ഡിവൈഡ് ചെയ്യാം, X ആക്സിസിലും അതിൻ്റെ Y ആക്സിസിലുള്ള കമ്പോണൻറ്റ്സ്. ഇനി നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. സപ്പോസ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന DL വെക്ടറിന് ജസ്റ്റ് ഓപ്പോസിറ്റ് വേറൊരു സ്മോൾ ലെങ്ത് DL തന്നെ കൺസിഡർ ചെയ്തു. അവിടെ ടാൻജൻറ്റിൻ്റെ ഡയറക്ഷൻ ടുവേർഡ്സ് നെഗറ്റീവ് Z ആക്സിസ് ആയിരിക്കും. അപ്പം ആ സ്മോൾ DL കാരണം, ഇപ്പം നമ്മളെടുത്ത പുതിയ DL കാരണം പിയിലുണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഒരു സ്മോൾ DB, അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? അത് നമ്മൾ നേരത്തെ കണ്ട DB പോലെ തന്നെയാണ്, പക്ഷേ അത് താഴേക്ക് Z ആക്സിസിന് താഴെ ആയിട്ടായിരിക്കും വരിക. അത് വിൽ മേക്ക് ആ സ്മോൾ DBയും X ആക്സിസായിട്ട് തീറ്റ തന്നെയാണ് ആംഗിൾ ഫോം ചെയ്യുക, പക്ഷെ അത് X ആക്സിസിൻ്റെ താഴെയായിരിക്കും. കാരണം ഇത് രണ്ടും സിമെട്രിക് പോയിൻറ്റ്സ് ആണ്, താഴെയും മേളിലുമുള്ള DB. അപ്പം അത് ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും സിമെട്രിക് ആയിരിക്കും. അതായത് തീറ്റ രണ്ടിനും സെയിം ആയിരിക്കും, പക്ഷെ ഒന്നിന് മേളിലേക്കും ഒന്നിന് താഴേക്കും. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ 2 മാഗ്നറ്റിക് ഫീൽഡ് കാരണവും അതിൻ്റെ Y ആക്സിസ് കോമ്പോണൻറ്റ്സ്, അതായത് DBY, ഒന്ന് പ്ലസ് DBY ആണ്, ഒന്ന് മൈനസ് DBY ആയതുകൊണ്ട് അത് രണ്ടും ക്യാൻസൽ ആവും. പക്ഷെ അതിൻ്റെ X ആക്സിസ് കോമ്പോണൻറ്റ്, അതായത് DB കോസ് തീറ്റ, അതായിരിക്കും ആഡ് ചെയ്ത് വരിക. ഇത് നമ്മൾ 2 സിമെട്രിക് DL എടുത്തപ്പം, അതുപോലെ ഏത് ലെങ്ത് DL സ്മോൾ ലെങ്ത് എടുത്താലും അതിന് കറസ്പോണ്ടിങ് വേറെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ സിമെട്രിക്കലായിട്ടൊരു പോയിൻ്റ് ഉണ്ടാവും. അത് കാരണം നമ്മൾക്ക് കിട്ടിയ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ Y കോമ്പണൻറ്റ് ക്യാൻസൽ ആവും. അപ്പം നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത് DB കോസ് തീറ്റയാണ്. ഇനി കോസ് തീറ്റ എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കാം. ഇവിടെ നമുക്കറിയാം DBയും Rഉം പെർപെൻഡിക്കുലറാണ്. അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് DB, നമുക്ക് ഫിഗറിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കാം? DB കോസ് തീറ്റയിലെ കോസ് തീറ്റ A/R ആയിട്ട് വരും. ഇപ്പോൾ DB കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ DB × A/R. R നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു, √A² പ്ലസ് X². ഇനി DBൻ്റെ വാല്യൂ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചാണ്, അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതായത് ഇത് നമ്മളുടെ μ0/4π × IDL/A² പ്ലസ് X², ഇത്രയും നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. നൗ ബൈ കോസ് തീറ്റ, അതായത് A/A² പ്ലസ് X²ൻ്റെ റൂട്ട്. ഇനി താഴത്തെ ഡിനോമിനേറ്ററിലെ A² പ്ലസ് X² × √A² പ്ലസ് X²നെ നമുക്ക് എന്ത് എഴുതാം? A² പ്ലസ് X² പവർ 3/2, 1 + ½ = 3/2 അങ്ങനെ എഴുതാം. ഇനി ഈ എക്സ്പ്രഷൻ നോക്കുകയാണെങ്കിൽ, അതായത് DBൻ്റെ എക്സ്പ്രഷനിൽ B കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? ഈ DBനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ നമുക്ക് അതിനെ പുറത്തേക്ക് എടുത്തിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇപ്പോൾ ആ DBൻ്റെ ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ μ0/4π A² പ്ലസ് X²/3/2 എന്ന് പറഞ്ഞ മൊത്തം സാധനവും കോൺസ്റ്റൻ്റ് ആണ്. എന്തുകൊണ്ട്? A റേഡിയസ്, അത് കോൺസ്റ്റൻ്റ് ആണ്. X, അതായത് എവിടെയാണോ ഡിസ്റ്റൻസ് ഓഫ് പോയിൻറ്റ് P ഫ്രം O, അതും ഫിക്സ്ഡ് ആണ്. അപ്പോൾ അത് മൊത്തത്തിൽ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അത് പുറത്തേക്ക് എടുത്തു. ബാക്കിയുള്ള DL നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. DL എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? വളരെ സ്മോൾ ലെങ്ത് ഓൺ ദ ലൂപ്പ്. അത് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്താ കിട്ടുക? ടോട്ടൽ സർക്കംഫറൻസ് ഓഫ് ദി ലൂപ്പ്, അതായത് 2πr എന്ന് പറയുന്ന പോലെ. ഇവിടെ R = റേഡിയസ് = A. അപ്പം DL ഇൻ്റഗ്രേഷൻ, അതായത് ഫുൾ ലെങ്ത് ഓഫ് ദ ലൂപ്പ് തന്നെ = 2πa. അപ്പോൾ DLൻ്റെ സ്ഥാനത്ത് നമ്മൾ 2πa എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇനി നമുക്ക് വേണമെങ്കിൽ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 2π ഉണ്ട്, അത് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ μ0I A²/2 × A² പ്ലസ് X²/3/2 ആണ് ആൻസർ കിട്ടും. നമ്മൾ ഒരു കാര്യം കൂടെ ഓർക്കണം, ഇതിൻ്റെ ഡയറക്ഷൻ പോസിറ്റീവ് X ആക്സിസിലാണ്.